ഹായ്, വെൽക്കം ബാക്ക്. നമുക്കൊരു കോളിഫ്ലവറിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു കോളിഫ്ലവർ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂക്കളായിട്ട് കൊച്ചു കൊച്ചു പീസ് ആയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്നിങ്ങ് എടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ അഴുക്കും ബാക്കിയുള്ളതെല്ലാം കളയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. നല്ല ഫ്രഷ് വാട്ടറിൽ ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മൾ കോളിഫ്ലവർ ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. നമ്മൾ കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് അല്പം മൈദമാവ്, കുറച്ച് കോൺഫ്ലോർ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ബാച്ച് ഇടാം. നമുക്ക് ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക്, ഒരു വലിയൊരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് സവാള നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂവിനിട്ട് കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട സോസ് നോക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മുളക് പൊടിയുടെ ഇടാം. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ ഇടാം. ഇതൊന്ന് നന്നായി ചൂടായതിന് ശേഷം, വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിടാം. നമുക്ക് കോളിഫ്ലവർ ഇടാം. നല്ല മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടാം. കൂടിയിട്ട് ഇനി നമുക്ക് വലുതായിട്ട് ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. മാറ്റാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.